UDF സർക്കാർ അധികാരമേറ്റിട്ടും സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണത്തിൽ മാറ്റമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാഴ്ച മുൻപ് നടപ്പാക്കിയ നിയന്ത്രണം മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്നാണ് സുരക്ഷാ ജീവനക്കാരുടെ വിശദീകരണം. കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തിയ മാധ്യമ നിയന്ത്രണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ വന്നതിനു ശേഷവും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ മറ്റ് ഓഫീസുകളിലേക്കും ഏർപ്പെടുത്തി. ബന്ധപ്പെടേണ്ട വകുപ്പുകളിൽ നിന്നുള്ള ശുപാർശയില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും കയറ്റിവിടേണ്ടതില്ല എന്നാണ് കണ്ടോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം. പുതിയ സർക്കാർ അധികാരമേറ്റതു മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. പിന്നാലെ സന്ദർശന സമയം വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയായി പരിമിതപ്പെടുത്തിയിരുന്നു. ഈ സമയക്രമം ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെയും തടയുന്നത്. അധികാരമേറ്റ ശേഷം ആവേശത്തിൽ തുറന്ന സെക്രട്ടേറിയറ്റ് സമരഗേറ്റും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തി കുറ്റപ്പെടുത്തിയവർ അധികാരത്തിലെത്തിയപ്പോൾ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ വിമർശനം ശക്തമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.